കലിതുള്ളി കാലവർഷം. സംസ്ഥാനത്ത് വ്യാപകമായി മഴയുണ്ട്. പലപ്പോഴും നമുക്കറിയാം, വയനാട്ടിൽ ഒരു ദുരന്തം ഉണ്ടായി. കേരളത്തിൽ മറ്റ് പല ഭാഗങ്ങളിലും ദുരന്തത്തിൻ്റെ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുമുണ്ട്. ഈ സമയത്ത് ഇപ്പോൾ ന്യൂസ് ഡെസ്കിൽ നിന്നും നമ്മളോടൊപ്പം അലീന നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അലീന, എന്തൊക്കെയാണ് മഴ വിശേഷങ്ങൾ? ഏതെങ്കിലും ഇടങ്ങളിൽ ദുരന്തങ്ങൾക്കുള്ള സാധ്യതകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളൊക്കെ നൽകിയിട്ടുണ്ടോ? കോറിഡോറിൽ പുതിയൊരു ന്യൂനമർദ്ദം ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും വരും ദിവസങ്ങളിൽ ഒരു മഴ തുടരുമെന്നുള്ള സാധ്യതയിലേക്കാണ് വരുന്നത്. അതുപോലെ ഗുജറാത്ത് തീരം മുതൽ മധ്യ കേരള തീരം വരെ രൂപപ്പെട്ട ഈ ന്യൂനമർദ്ദ പാതയുടെ സ്വാധീനത്തെ തുടർന്നായിരിക്കും ഈ ഒരു മഴ ശക്തമാകുന്നത്. അതുപോലെ സംസ്ഥാനത്ത് ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതുപോലെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുപോലെ ഇടിയോടും ശക്തമായ കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത നിലകൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ മലയോര തീര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം ഇന്ന് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ ഗുജറാത്ത് തീരം മുതൽ മധ്യ കേരളം തീരം വരെ രൂപപ്പെട്ട ഈ ന്യൂനമർദ്ദ പാതയുടെ സ്വാധീന ഫലമായിട്ട് ജൂലൈ 13 വരെ കേരളം, മാഹി എന്നിവിടങ്ങളിൽ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പാണ് പറയുന്നത്. അതുപോലെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്നുള്ള കർശന നിർദ്ദേശവും അറിയിച്ചിട്ടുണ്ട്. അതുപോലെ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ 60 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനുള്ള സാധ്യതയും പറയുന്നുണ്ട്. അതുപോലെ അടുത്ത 3 മണിക്കൂറിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, അതുപോലെ ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഈ ഒരു ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിലുള്ള കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതുപോലെ അതേസമയം നമ്മൾ ഉത്തരേന്ത്യയിലേക്ക് പോവുകയാണെങ്കിൽ ഉത്തരേന്ത്യയിലും സംസ്ഥാനങ്ങളിലും മഴക്കെടുതി സജീവമായിട്ട് നിലകൊള്ളുകയാണ്. ഡൽഹിയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ ജാഗ്രതാ നിർദ്ദേശവും അവിടെ പുറപ്പെടുവിച്ചിട്ടുണ്ട്. അതുപോലെ മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും മഴക്കെടുതിയിലും മരണം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പൂനെയിലെ കെട്ടിടാപകടത്തിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഇന്നും തുടരുന്നുണ്ടെന്നുള്ള അറിയിപ്പും വരുന്നുണ്ട്. അതുപോലെ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലും ഇന്ന് ശക്തമായ മഴ തുടരുകയാണ്. പലയിടങ്ങളിലും മരണങ്ങളും കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ മരങ്ങൾ കടപുഴകി വീഴുകയും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കോഴിക്കോടാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലെ ക്ലോക്ക് ടവർ തകർന്നു വീഴും, പലതരത്തിലുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ജാഗ്രത പാലിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. റോബി.